നമസ്കാരം. മലം പോയി കഴിഞ്ഞാൽ കഠിനമായിട്ടുള്ള വേദന, പുകച്ചിൽ, നീറ്റൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ആളുകൾ ഇത് അവഗണിക്കാറാണ് പതിവ്. എന്നാൽ മലദ്വാരത്തിലുണ്ടാകുന്ന വിള്ളലുകൾ അഥവാ ഫിഷറിൻ്റെ ലക്ഷണങ്ങളാണിവ. പലപ്പോഴും പേഷ്യൻസ് ഒ പിയിൽ വന്നിട്ട് പറയാറുണ്ട്, ഡോക്ടറെ പ്രസവവേദനയേക്കാൾ കഠിനമായിട്ടുള്ള വേദനയാണിതെന്ന്. ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് ഭയത്താൽ പല ആളുകളും ചികിത്സയെടുക്കാതെ വേദനാ സംഹാരികൾ കുടിച്ചു മടുത്തവരായിരിക്കും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ പലപ്പോഴും വരുമ്പോൾ ആളുകൾ ഇത് പുറത്ത് പറയാനും അതുപോലെ തന്നെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാനും പലർക്കും മടിയായിരിക്കും. പലപ്പോഴും ഇതിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടി വരും, അല്ലെങ്കിൽ യാത്രകൾ ഒഴിവാക്കേണ്ടി വരും. ഇതിൻ്റെ വേദന അതുപോലെ തന്നെ നീറ്റലൊക്കെ കാരണം, അതിൻ്റെ ഇറിറ്റേഷൻ കാരണം സ്വഭാവത്തിൽ വരെ മാറ്റങ്ങൾ വരാം. ഇത്തരം ആളുകൾക്ക് ടോയ്ലറ്റിൽ പോകുന്നതും രാവിലെയാകുന്നതും ഒരു പേടി സ്വപ്നമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്കുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നീ രോഗങ്ങൾ എല്ലാവർക്കും പരിചിതമായിരിക്കും. പല പേഷ്യൻസും ഒ പിയിൽ വന്നിട്ട് പറയാറുണ്ട്, ഡോക്ടറെ കഠിനമായിട്ടുള്ള വേദനയാണ്, എനിക്ക് പൈൽസ് ആണെന്ന് തോന്നുന്നു എന്ന് പറയും. എന്നാൽ ഇങ്ങനെ വേദന വരുന്നത് പൈൽസ് രോഗം കൊണ്ടല്ല, മലദ്വാരത്തിലുണ്ടാകുന്ന ഫിഷർ അഥവാ മലദ്വാരത്തിൽ വരുന്ന വിള്ളലുകളാണ്. മലം കട്ടിയായിട്ട് പോവുക അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യമായിട്ട് മലം പോകുന്ന സമയത്ത് മലദ്വാരത്തിൻ്റെ സൈഡ് പൊട്ടിയിട്ട് വിള്ളൽ വരുന്നതിനെയാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത്. എന്നാൽ പൈൽസ് അങ്ങനെയല്ല, മലദ്വാരത്തിലുണ്ടാകുന്ന നരമ്പുകൾ തടിക്കുന്നതിനെയാണ് പൈൽസ് എന്ന് പറയുന്നത്. ഇങ്ങനെ തടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മലദ്വാരത്തിലൂടെ മലം പോകാൻ സ്പേസ് കുറവായിരിക്കും. ഈ സമയത്ത് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുന്ന സമയത്ത് മലദ്വാരത്തിൻ്റെ സൈഡ് പൊട്ടിയിട്ട് ഫിഷർ വരാം. അങ്ങനെയാണ് നമുക്ക് പൈൽസ് ഉള്ള രോഗികൾക്ക് വേദന വരുന്നത്. എന്നാൽ ഫിസ്റ്റുല ഇത് രണ്ടുമല്ല. നമ്മുടെ മലദ്വാരത്തിൽ മാറിയിട്ട് ചെറിയ ഹോള് വന്ന് അതിൽ നിന്ന് ചെറിയ തടിപ്പുണ്ടായി അതിൽ നിന്ന് പഴുപ്പും നീരും പോകുന്നതിനെയാണ് നമ്മൾ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം രോഗങ്ങൾ പലപ്പോഴും നമ്മൾ ചികിത്സ എടുക്കാൻ പോകുമ്പോൾ സർജറി ആയിരിക്കും പറയുന്നുണ്ടാവുക. എന്നാൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90% കേസിലും ഇത് തിരിച്ചു വരാറുണ്ട്. മിക്ക ആളുകളും ഓയിൻമെൻറ്റുകൾ സ്ഥിരമായിട്ട് പുരട്ടാറുണ്ട്, ഓയിലുകൾ പുരട്ടാറുണ്ട്, സ്ഥിരമായിട്ട് സിറ്റ്സ് ബാത്ത് ചെയ്യുന്നവരുണ്ട്, മോഷൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാലും ചില ആളുകൾക്ക് ഇത്തരം രോഗങ്ങൾ മാറിക്കിട്ടില്ല. അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലാണ്. അവരുടെ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങളും അവരുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നത്. പലപ്പോഴും ആളുകൾ സർജറി ചെയ്യുന്നത് എളുപ്പത്തിനായിരിക്കും, പെട്ടെന്ന് അസുഖം മാറാനായിരിക്കും. എന്നാൽ മലദ്വാരത്തിലുണ്ടാകുന്ന ഇങ്ങനെയുള്ള അസുഖങ്ങൾ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഏതുമാവട്ടെ, ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചികിത്സിക്കേണ്ടത് നമ്മുടെ ആമാശയത്തിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ചെറുകുടലിലും വൻകുടലിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കി അതിനുള്ള കറക്റ്റായിട്ടുള്ള ചികിത്സയാണ് എടുക്കേണ്ടത്. അത് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഫിഷർ വരുന്നത്, അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി അത് കറക്റ്റായിട്ട് നമ്മൾ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങൾ നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ മാറ്റിയെടുക്കാൻ കഴിയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഡെലിവറി സമയത്ത് നമ്മൾ കൂടുതലായിട്ട് പ്രഷർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടിനെ പുൾ ചെയ്യുന്ന സമയത്ത് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് വിള്ളലുകൾ വന്നിട്ട് അങ്ങനെയും ഫിഷർ വരാറുണ്ട്. സ്ത്രീകളിൽ മെയിനായിട്ട് വരുന്നത് ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ്. പ്രവാസികളിൽ സ്ഥിരമായിട്ട് വരാനുള്ളൊരു പ്രധാന കാരണം അവരുടെ ലൈഫ് സ്റ്റൈലിലും അവരുടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങളാണ്. പല പ്രവാസികളും നമ്മുടെ അടുത്ത് വരാറുണ്ട്. അവരവിടെ നിന്ന് ലീവൊക്കെ എടുത്ത് നാട്ടിൽ വന്ന് സർജറിയൊക്കെ ചെയ്ത് തിരിച്ചു പോകും. എന്നാൽ വീണ്ടും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ചികിത്സ എടുക്കാനായിട്ട് നമ്മളുടെ അടുത്ത് വരാറുണ്ട്. ഇതിനുള്ളൊരു പ്രധാന കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. കൂടുതൽ ഇരുന്നിട്ടുള്ള ജോലി, അതല്ലെങ്കിൽ കൂടുതൽ വ്യായാമക്കുറവ്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളിൽ, ഇങ്ങനെയുള്ള ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് അവരുടെ ഭക്ഷണ രീതിയും. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അവർ കഴിക്കും. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൊണ്ടും അവർക്ക് മലബന്ധം വരാനും അത് ഫിഷർ രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും. പുരുഷന്മാരിൽ ഫിഷർ രോഗം വരാനുള്ള ഒരു പ്രധാന കാരണവും അവരുടെ ഭക്ഷണ രീതിയാണ്. പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ മൈദ അടങ്ങിയിട്ടുള്ള പൊറോട്ട, കുബൂസ്, റൊട്ടി, പാസ്ത പോലെയുള്ള മൈദ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, അതുപോലെ തന്നെ ജങ്ക് ഫുഡുകളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെയുള്ള ഭക്ഷണശീലങ്ങളാണ് അത് മലബന്ധത്തിലേക്ക് നയിക്കുന്നതും പിന്നെ ഫിഷർ രോഗത്തിലേക്ക് നയിക്കുന്നതും. അതുപോലെ തന്നെയാണ് അവരുടെ ടോയ്ലറ്റ് ശീലങ്ങൾ. കൂടുതൽ സമയം ടോയ്ലറ്റിൽ ഇരിക്കുന്ന സ്വഭാവം ഇന്ന് ഒരുപാട് പുരുഷന്മാരിലുണ്ട്. കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കുക, ടോയ്ലറ്റിൽ ഇരുന്നു കൊണ്ട്, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വായിക്കുക, സ്മോക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്.
കാരണം ഇത്തരം ശീലം ഉണ്ടാകുമ്പോൾ കൂടുതൽ സമയം ഇരിക്കുമ്പോൾ കൂടുതൽ നമ്മുടെ മസിൽസുകൾക്ക് ഇറിറ്റേഷൻ വരികയും അത് മലബന്ധം ഉണ്ടാക്കാനും അതുപോലെ തന്നെ അത് ഫിഷർ രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഫിഷർ രോഗങ്ങൾ വരുന്നത്. ഇന്ന് ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അസുഖം പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം. അതിലൊന്നാമത് പറയുന്നത് പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. നമ്മുടെ വയറിൽ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയയെ വളർത്താൻ സഹായിക്കുന്നതാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. അത് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് തൈര്, അതുപോലെ തന്നെ പഴങ്കഞ്ഞിയിലൊക്കെ പ്രോബയോട്ടിക്കാണ്. അതുപോലെ തന്നെയാണ് പ്രീബയോട്ടിക്. പ്രീബയോട്ടിക് എന്ന് പറയുന്നത് നല്ല വഴുവഴുപ്പുള്ള പച്ചക്കറികളൊക്കെയാണ് പ്രീബയോട്ടിക്കായിട്ട് വരുന്നത്. അതായത് വെണ്ടയ്ക്ക നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു വഴുവഴുപ്പ് അനുഭവപ്പെടും. ഇതിലൊക്കെ കൂടുതലായിട്ട് പ്രീബയോട്ടിക് ഉണ്ട്. അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് മലബന്ധം ഒഴിവാകാനും അത് ഫിഷർ രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ടും സഹായിക്കും. രണ്ടാമത് പറയുന്നത് ജ്യൂസുകളാണ്. അത് പച്ചക്കറികളുടെ ജ്യൂസ് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഫ്രൂട്ട്സുകളുടെ ജ്യൂസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആളുകളും അത് അരിച്ചാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും അതിലുള്ള ഫൈബറുകളൊക്കെ നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വെറും ഫ്രക്ടോസും അതുപോലെ ഗ്ലൂക്കോസ് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അരിക്കാതെ വേണം ഇത്തരം ജ്യൂസുകൾ ഉപയോഗിക്കാൻ. അതുപോലെ തന്നെയാണ് വെജിറ്റബിൾ ജ്യൂസുകൾ. പല ആളുകളും സ്ഥിരമായിട്ട് പാവക്ക ജ്യൂസ് കഴിക്കാറുണ്ട്, അതുപോലെ അലോവേറ ജ്യൂസൊക്കെ കഴിക്കാറുണ്ട്. എന്നാൽ സ്ഥിരമായിട്ട് പാവക്ക ജ്യൂസ് കഴിക്കുന്നത് നമ്മുടെ കിഡ്നിക്ക് ഡാമേജ് വരുത്തും. അതുകൊണ്ട് തന്നെ അത്തരം ജ്യൂസുകൾ നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത്തരം ജ്യൂസുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് മലബന്ധം ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ പേരക്ക, പപ്പായ, പാഷൻ ഫ്രൂട്ട് ഇതിലൊക്കെ കൂടുതലായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഫ്രൂട്ട്സുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഈ ഫിഷർ രോഗം വരാതിരിക്കാൻ വേണ്ടി സഹായിക്കും. സാധാരണ ഫാറ്റ് കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈലിൻ്റെ സെക്രീഷൻ കൂടുതലാവുകയും ഇത് നമ്മുടെ വയറിലുള്ള ദഹനം കൂടുതലാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മലബന്ധം വരാതെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഫാറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള മീനുകൾ, അതുപോലെ തന്നെ ചീസ്, ബട്ടർ, അവോക്കാഡോ പഴം ഇതൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. എന്നാൽ ഇത്തരം ഫുഡുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. കാരണം ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായി കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന് അത് പ്രശ്നങ്ങളുണ്ടാക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളം കുടിക്കുക. നമ്മൾ ഡെയിലി ഒരു 2-2.5 ലിറ്റർ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നമുക്ക് മലബന്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഫിഷർ പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. അപ്പോൾ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇങ്ങനെയുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ച് നമ്മൾ അതിനുള്ള കറക്റ്റായിട്ടുള്ള ചികിത്സ എടുക്കണം. പലപ്പോഴും ഈ രോഗം നിർണ്ണയിക്കുന്നത് നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ റെക്ടൽ എക്സാമിനേഷൻ നമ്മൾ ആ ഭാഗം പരിശോധിച്ച് കഴിഞ്ഞാൽ അത് പൈൽസ് ആണോ, ഫിഷറാണോ, ഫിസ്റ്റുലയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ കൂടുതൽ ഉള്ളിലോട്ടുള്ള എന്തെങ്കിലും അസുഖമാണെങ്കിൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ പൈൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഉള്ളിലോട്ട് കുഴലിറക്കിയിട്ടുള്ള കൊളനോസ്കോപ്പി പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അത്തരം ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എന്താണ് അസുഖം എന്നുള്ളത് അറിയാൻ പറ്റും. ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ്. നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് രോഗനിർണയവും മരണനിർണയവും നടത്തുകയാണ് ചെയ്യുന്നത്. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ഇത്തരം രോഗങ്ങൾ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി നേരിട്ട് ഹോസ്പിറ്റൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ മെഡിസിൻ കൊറിയറായിട്ട് നേരിട്ട് വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത്തരം ചികിത്സാ രീതിയെക്കുറിച്ച് അറിയാനും ഓൺലൈൻ കൺസൾട്ടേഷനെ കുറിച്ച് അറിയാനും ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.